ഇസ്ലാമിക അഭിവാദ്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുക. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിന്റെ പദങ്ങളിൽ അള്ളാഹു നിർവഹിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ വളരെ വിശാലമായ മതപരമായ കാഴ്ചപ്പാട് കാണാനും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിലെ അഭിവാദ്യം ഏത് പ്രായക്കാർക്കും സുപരിചിതമാണ്. നമുക്കതേക്കുറിച്ചൊരു ബോധമുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറ ആ വിഷയത്തിൽ കുറച്ചുകൂടി മുൻകടന്ന് നിന്ന് ചിന്തിക്കുന്നുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിലെ അഭിവാദ്യം അടിസ്ഥാനപരമായും അതുപോലെ തന്നെ ആധികാരികമായും ഇസ്ലാമിലെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്ന സലാം പറയുന്ന പ്രയോഗമാണ് എന്ന് നമുക്കറിയാം. സലാം പറയല് പരിശുദ്ധ ദീന് വളരെയധികം പ്രാധാന്യവും പ്രോത്സാഹനവും നൽകുന്ന ഒരു കർമ്മമാണ് സലാം പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, അതൊരു ഇബാദത്താണ്, കൂലി കിട്ടുന്ന ഇബാദത്താണ്. ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ മാത്രമുള്ള ഒരു കർമ്മമല്ല, ഒരു അഭിവാദ്യ ബന്ധമല്ല ഈ അസ്സലാമു അലൈക്കും എന്നുള്ളത്. മരണപ്പെട്ടവരോടും പറയുന്നതിൽ പ്രാധാന്യം കാണുന്ന ഒരു അഭിവാദ്യ മുറയാണ് ഇസ്ലാമിലുള്ളത്. അഭിവാദ്യം പറഞ്ഞുകൊണ്ട് പരസ്പരം ബന്ധപ്പെടുക എന്ന മനുഷ്യ സംസ്കാരത്തിന്റെ ഈ പ്രക്രിയ എല്ലാ മതങ്ങളിലും എല്ലാ സംസ്കാരങ്ങളിലും കാണുന്നുണ്ട്. അതുപോലെയാണോ അപ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ ഈ പ്രക്രിയക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം? അല്ല. അള്ളാഹുവിന്റെ ദീനിൽ ഈ പ്രക്രിയക്കുള്ള സ്ഥാനം പറഞ്ഞാൽ തീരില്ല, അത്രയുമുണ്ട്. ഇത് ഭൂമിയിൽ മാത്രം നടക്കുന്ന ഒരു ഇബാദത്താണോ? ഇബാദത്ത് എന്ന നിലയിൽ ഏതൊരു കർമ്മത്തിന്റെയും പര്യാവസാനം ഭൂമിയോടുകൂടെ തീരണം. ഹിസാബിന് മുമ്പ് അതിന്റെ കണക്ക് കംപ്ലീറ്റ് ചെയ്ത് ഹിസാബിൽ കണക്ക് അവതരിപ്പിച്ച് അതിന് കൂലി കൊടുത്ത് സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം, ആ രീതിക്ക് പൂർത്തീകരണം സംഭവിക്കുന്ന ഒരു രംഗമാണ്, ഒരു മേഖലയാണ് ഇബാദത്ത്. അസ്സലാമു അലൈക്കും എന്ന പ്രയോഗത്തിലൂടെ നാം നടത്തുന്ന ഇസ്ലാമിലെ അഭിവാദ്യ മുറ എന്ന ഈ ഇബാദത്ത് ഹിസാബിൽ കണക്ക് പറഞ്ഞ് അവസാനിച്ചു പോകുന്ന ഇബാദത്തല്ല. സ്വർഗത്തിലെത്തിയാലും ഇത് അവിടെയും കാണാം. അപ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ മഹത്വത്തെ അല്ലാഹു തആല വിളിച്ചറിയിക്കുകയാണ്. സാധാരണ ഇബാദത്തുകൾ സ്വർഗത്തിലെത്തി നിസ്കരിച്ചോളണമെന്നില്ല. ഇബാദത്ത് എന്ന പരിഗണനയില് ഭൂമിയിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ അത് അവസാനിച്ചു പോവാം. മരണത്തോടുകൂടെ ആ അമൽ അവിടെ അവസാനിച്ചു പോവാം. നമ്മൾ ഖബറിൽ കിടന്നാലും ആ അമൽ നമ്മളിലേക്ക് ജീവിച്ചിരിക്കുന്നവരാൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മഹ്ശറ കഴിഞ്ഞ് ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി സ്വർഗ ജീവിതത്തിന്റെയും പ്രധാന വിശേഷം ഈ അഭിവാദ്യമുറ തന്നെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നു ഈ അഭിവാദ്യമുറ അവിടെയും കാണപ്പെടാനും ഉണ്ടാവാൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ പ്രമാണങ്ങളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ കാണപ്പെടുമ്പോൾ ഇതേക്കുറിച്ചുള്ള ചർച്ചയും സ്വാഭാവികമായും ഒരു വിശാലതയെ അർഹിക്കുന്നുണ്ട് എങ്കിൽ ആ പഠന തലത്തിൽ നിന്നുകൊണ്ടുള്ള വളരെ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ സംഗമത്തിൽ നമ്മുടെ ഈ പഠനവേദിയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഹ്മാനായ തമ്പുരാൻ നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ഇസ്ലാമിലെ അഭിവാദ്യം ഒരു മര്യാദ കൂടിയാണ്. അഭിവാദ്യം ചെയ്താൽ അങ്ങോട്ട് തിരിച്ച അഭിവാദ്യത്തിന് പ്രതിവചിക്കുക എന്നത് അനിവാര്യമാണ്. അതൊരു മര്യാദയുടെ ഭാഗമാണ്. എന്താണ് നമ്മൾ അഭിവാദ്യം ചെയ്യുക? ഇസ്ലാമിലെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നൊരു പ്രയോഗം. ഞാനൊന്ന് പറയാം. നമ്മൾ ആകെ കേട്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവതരണം മാത്രം. അസ്സലാമു അലൈക്കും എന്ന് പറയാം. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എന്നാൽ നമുക്ക് അതിന്റെ കൂടെ ഒന്ന് കൂട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ പറഞ്ഞു നോക്കി. അത് കേൾക്കാനും പറയാനും എത്രയോ സന്തോഷം. അങ്ങനെയാണല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുന്നത്. അത് പറയാനും കേൾക്കാനും പ്രത്യേക സന്തോഷ. നമ്മുടെ വിചാരം അസ്സലാമു അലൈക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ല, അതിന്റെ കൂടെ ഇതും കൂടി ഉണ്ട്. അതും കൂടി ചേർത്ത് പറയണം. അതൊരു മര്യാദയാണ്. എന്താ ഇപ്പൊ സലാം പറഞ്ഞാൽ? അസ്സലാം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? മഹാനായ ഇമാം സാവി
പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം കൊടുക്കുന്നോടത്ത് അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. അസ്സലാം എന്ന വാക്കിനർത്ഥം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മൂന്ന് പ്രയോഗം അസ്സലാം, റഹ്മത്തുള്ള, ബറകാത്ത്, ഈ മൂന്നെണ്ണത്തിനും അർത്ഥമുണ്ട്. മുഫസ്സിരീങ്ങൾ പലരും അത് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം സാവിയുടെ ഉദ്ധരണി നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നല്ലേ അതിനർത്ഥം. അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ. ഈ വാക്കിന്റെ അർത്ഥം അസ്സലാമത്തു മിനൽ ആഫാത്തി ദുനിയവിയ്യതി വൽ ഉഖറവിയ്യ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നാണ് അതിനർത്ഥം. അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ഒന്നുകൂടി പറയാം, അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ, അതാണല്ലോ അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങളിൽ അള്ളാഹുവിന്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും എന്നത്. ഇനി അതിന്റെ കൂടെ ചേർത്ത് പറയുന്ന അതിന്റെ ബാക്കി കൂടിയുണ്ട്, വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ കരുണ നിന്നോടുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് ഗുണം ചെയ്തു തരട്ടെ, നിനക്ക് നല്ലത് തരട്ടെ, റബ്ബ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇൻആമുഹു വ ഇഹ്സാനുഹു. പിന്നെ അതിന്റെ ബാക്കിയാണ് വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്ത് നിനക്കുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്റെ കാലിടറാതെ നീ തകർന്നു പോവാതെ റബ്ബ് നിന്നെ കാക്കട്ടെ. അതാണ് ഇതിന്റെ അർത്ഥമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏത് വാക്കിന്റെ അർത്ഥം പറഞ്ഞത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകെ അത് കേൾക്കുന്നത് ഖുതുബക്ക് ഖതീബ് കേറുമ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ വല്ല വഴുതോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരവും പറയും. അല്ലാതെ നമുക്ക് പറ്റിയതല്ല എന്നാ നമുക്ക് തോന്നുന്നത്. അതൊക്കെ വലിയ വലിയ ആൾക്കാർ പറയേണ്ട വാർത്താന അല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അങ്ങനെയാണ് സലാം പറയേണ്ടതിന്റെ പൂർണ്ണത. അള്ളാഹുവിന്റെ രക്ഷ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവട്ടെ. കാലിടർച്ചയിൽ നിന്നും നിന്റെ തകർച്ചയിൽ നിന്നും അള്ളാഹു നിന്നെ കാത്തുരക്ഷിക്കട്ടെ, റബ്ബ് നിനക്ക് നന്മ ചെയ്യട്ടെ എന്ന് നീണ്ട ഒരു പ്രാർത്ഥന തന്നെയാണ് ഈ അസ്സലാമു അലൈക്കും എന്ന അഭിവാദ്യ മുറ. ഇത് പവിത്രമാണ്. അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ദുനിയവിയും ഉഖറവിയുമായ സുരക്ഷിതത്വം നിനക്കുണ്ടാവാനുള്ള പ്രാർത്ഥനയാണല്ലോ നിന്റെ സഹോദരൻ നിനക്ക് പറയുന്ന ഈ അഭിവാദ്യം, ഈ അസ്സലാമു അലൈക്കും. ഇവിടെ പ്രധാനമായും 3 സന്ദർഭങ്ങളിലാണ് നിനക്ക് അള്ളാഹുവിന്റെ രക്ഷ നിർബന്ധമായും വേണ്ടിവരുന്നത്. 3 സന്ദർഭങ്ങളിൽ അള്ളാഹു നിന്നെ കാക്കട്ടെ, നിനക്ക് സലാമത്ത് നൽകട്ടെ. ആ 3 സന്ദർഭവും ദുനിയാവിലും ആഖിറത്തിലും കൂടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ സന്ദർഭം നിന്റെ ജീവിതമാണ്, നിന്റെ ഹയാത്താണ്, നിന്റെ ജനനം മുതൽക്കുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ സന്ദർഭം നിന്റെ മരണമാണ്. മൂന്നാമത്തെ സന്ദർഭം നിന്റെ പുനർജീവിതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്, ബഅസിന്റെ നേരമാണ്. ഹയാത്ത്, മൗത്ത്, ബഅസ്, ഈ 3 നേരത്തും അത് ദുനിയാവും ആഖിറവും കൂടിയ സമയങ്ങളാണ്. ആ പീരീഡ് ദുനിയാവും ആഖിറവും കൂടിയതാണ്. ഈ 3 നേരത്തും അള്ളാഹുവിന്റെ ഗുണവും അവന്റെ സുരക്ഷിതത്വവും അവന്റെ സംരക്ഷണവും നിനക്കുണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. നമുക്ക് ജനന നേരത്ത് വേണമല്ലോ. നമ്മുടെ ജീവിതത്തിൽ റബ്ബിന്റെ കാവല് വേണമല്ലോ. വേണം. നമ്മുടെ ഈമാൻ ഇബ്ലീസ് കട്ടുകൊണ്ടുപോവാതെ അള്ളാഹുവിന്റെ കാവല് നമുക്ക് വേണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ പറഞ്ഞതെന്താ? നിന്റെ മരണനേരത്ത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ. നമുക്ക് നമ്മുടെ മരണം ബോധ്യപ്പെടുന്നത് നമ്മുടെ റൂഹ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് നമ്മുടെ മുട്ടുവരെ കാലിന്റെ പെരുവിരലിലൂടെ ഞരമ്പുകൾ വഴി മലക്കുകൾ കയറുന്നു. മുട്ടുവരെ ആ സംഘം മലക്ക് അവിടെ വെച്ച് ഇറങ്ങുന്നു. അവിടെ വെച്ച് പിടിച്ചു വച്ചിരിക്കുന്ന റൂഹ് അവിടെ നിന്നും പിന്നെയും ചുരുട്ടി പിഴിഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ പൊക്കിൾ വരെ കൊണ്ടുവരും. 2ാം സെക്ഷൻ അവിടെ അവസാനിക്കുന്നു. ആ മലക്കുകൾ ഇറങ്ങുന്നു. 3ാം സംഘം പൊക്കിളിൽ നിന്നും നെഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ മരണം ബോധ്യപ്പെടാം നമുക്ക്. ഇനി ഒരു തിരിച്ചുവരിവില്ല. ഒരു ശരീരത്തിനും അതിന് നിശ്ചയിക്കപ്പെട്ട സമയമെത്തിയാൽ, അതിന്റെ ആയുസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പിന്നെയും അവധി കൊടുത്തുകൊണ്ട് പിന്തിപ്പിക്കുന്ന സിസ്റ്റം അള്ളാഹു ഇവിടെ വെച്ചിട്ടില്ല.
റബ്ബ് നമുക്ക് ആയുസ്സും ആരോഗ്യം തരട്ടെ. നമുക്ക് നമ്മുടെ മരണം ബോധ്യപ്പെടുന്ന ഈ നേരത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുമ്പോൾ ഒരു പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അല്ലാഹുവിന്റെ കാവൽ നിനക്കുണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന പദം സൂചിപ്പിക്കുന്നത്. ജീവിതം, ഹയാത്ത്, മൗത്ത്, ബഅ്സ്, ഇതിലേക്കാണ് അസ്സലാമു അലൈക്കും പോകുന്നത്. ഞാനിത് ഖുർആൻ കൊണ്ട് സ്ഥാപിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു. ഇനിയുള്ളത് അള്ളാഹുവിന്റെ രക്ഷ അവിടെയും തീരുന്നില്ല, അനന്തമാണ്. ഒരു പ്രാവശ്യത്തെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ആ വാക്ക് എത്തിക്കുന്നത് അനന്തമാണ്. ഇനി നിനക്ക് അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവേണ്ടത് ബഅ്സിന്റെ നേരമാണ്. ബഅ്സിന്റെ നേരം. ഖാലൂ യാ വൈലനാ മം ബഅ്സനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ബഅ്സിന്റെ നേരത്ത് എല്ലാവരും എണീറ്റ് ഒറ്റ ഓട്ട. ഈ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊത്തിന്റെ ആ വലിയ പ്രകമ്പനം കേൾക്കുമ്പോ പേടിച്ചരണ്ടിട്ട് മനുഷ്യരെഴുന്നേറ്റ് ഇലാ റബ്ബിഹിം യൻസിലൂൻ, റബ്ബിലേക്ക് ഓടും, ധൃതി വെച്ചോടും. അന്നേരം ചിലര് പറയും, ഓ ഇനി വരാനുള്ള മഹ്ശറേ, അങ്ങനെയാണല്ലോ, കണക്കിന്റെ പീരീഡാണ് അടുത്തതെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന സയൻസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇംഗ്ലീഷിന്റെയോ മലയാളത്തിന്റെയോ പീരീഡ് അതിന് മുമ്പ് ഇത്തിരി എളുപ്പമായിരുന്നെങ്കിൽ ഇനി വരാനുള്ള കണക്കിന്റെ വളരെ ബുദ്ധിമുട്ടേറിയ പീരീഡ് വരുമ്പോൾ വിദ്യാർത്ഥി പറയലോ, ഓ നാശം, ഇനി കണക്കിന്റെ പീരീഡ് എങ്ങനെയാ ഇപ്പൊ കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വരാനുള്ളത് ഞങ്ങൾക്ക് നരക. കഴിഞ്ഞ ജീവിതം ഖബർ കാര്യം ഇരുട്ടും ഞെരുക്കലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനിയുള്ള മഹ്ശറയിലെ ചൂടും അവിടുന്ന് നരകത്തിന്റെ വലിയ പ്രയാസങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഞങ്ങൾക്ക് കഴിഞ്ഞു പോയ ഖബർ സ്വർഗമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കത്തിന്റെ നല്ല ഇടമായിരുന്നു. ഞങ്ങളുടെ നിദ്രയിൽ നിന്നും ഭംഗം വന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതാരാ? ഞങ്ങൾക്ക് വന്ന നാശമേ, യാ വൈലന മംബഅസന മിമ്മർഖദിന. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഓടും. അവര് നരകത്തിനുള്ളവരാ. അല്ലാഹു തആല നമ്മെ പെടുത്താതിരിക്കട്ടെ. എന്നാൽ മറ്റൊരു വിഭാഗം പറയും, ഹാദാ മാ വഅദ റഹ്മാൻ, ഞങ്ങളുടെ റഹ്മാനായ തമ്പുരാൻ വഅദ ചെയ്ത, അമ്പിയാക്കൾ പഠിപ്പിച്ച ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പുനർജീവിതം ഞങ്ങൾ കാത്തിരുന്നത് ഈ സംഭവത്തെ കുറിച്ചാണ്. ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി കാത്തിരുന്നവരാ. ഞങ്ങളുടെ റബ്ബ് വഅദ ചെയ്തത് ഞങ്ങൾക്ക് എത്തി. വസദഖൽ മുർസലൂൻ. ഈ ഓട്ടത്തിന്റെ നേരത്ത് നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിലൊന്ന് പെടണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നമുക്ക് റബ്ബിന്റെ രക്ഷ വേണം. ആ രക്ഷ നിനക്ക് ഉണ്ടാവട്ടെ എന്നാണ് അസ്സലാമു അലൈക്കും എന്ന പദം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഈ മൂന്ന് കാര്യത്തിലേക്കും സൂചിപ്പിക്കാം. അസ്സലാമു അലൈക്കും എന്ന പദം ഈ മൂന്ന് കാര്യത്തിലേക്കും സൂചിപ്പിക്കാം. എവിടെയുണ്ട്? ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകുന്നത് ഈ മൂന്ന് സന്ദർഭത്തിലേക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറിയം റളിയല്ലാഹു അൻഹ ഈസ നബിയെ പ്രസവിച്ചു. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തെ ചോദിച്ചുകൊണ്ട് ആ ജനങ്ങൾ വന്ന് മഹ്ദി അവരെ ക്രൂശിക്കുകയാണ്. ആ സമയം മറിയം റളിയല്ലാഹു അൻഹയുടെ സൂചന, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞു തന്നെ മറുപടി പറയട്ടെ എന്നാണ്. കുഞ്ഞിനോട് ചോദിക്കാൻ അവർ തയ്യാറായി. കുഞ്ഞിന്റെ മറുപടി കേട്ടോ സൂറത്ത് മറിയം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال തൊട്ടിലിൽ കിടക്കുന്ന ഈസ നബിയുടെ മറുപടി ഖുർആൻ പറയുന്നു, ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയാ. ഈസാ നബിയുടെ മറുപടിയാണ്, അല്ലാഹു എനിക്ക് നുബുവത്ത് പദവി തന്നിട്ടുണ്ട്. ഇൻജീൽ എന്ന വേദം അല്ലാഹു ഉറപ്പിച്ചിട്ടുണ്ട്. വജഅലനി മുബാറകൻ ഹൈസുമാ وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. എന്റെ കർമ്മങ്ങൾ അല്ലാഹു എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ വ്യക്തിത്വം അനുഗ്രഹീതമാണെന്ന് റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെയോ വബർറം ബിവാലിദത്തി
وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي നമ്മുടെ വിഷയം والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا അള്ളാഹു അവന്റെ രക്ഷ അവന്റെ സലാം എനിക്ക് തന്നത് എന്റെ ജനനം മുതൽക്കും എന്റെ മരണത്തിലും എന്റെ ബഅസിലുമാണ്, എന്റെ പുനർജീവിതത്തിലുമാണ് അള്ളാഹുവിന്റെ രക്ഷ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നമ്മൾ നമ്മുടെ മുസ്ലിം സഹോദരനോട് പറയുമ്പോൾ സത്യത്തിൽ അയാൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ സുരക്ഷിതത്വവും കാവലും ഉണ്ടാവട്ടെ, റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് അയാൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ആ പ്രാർത്ഥന എത്തുന്നത് അയാളുടെ ജീവിതത്തെയും ദുനിയാവിന്റെ ജീവിതത്തെയും അയാളുടെ മരണത്തെയും അയാളുടെ പുനർജീവിതത്തിന്റെ പ്രയാസമായ ഘട്ടങ്ങളിലെയും അയാളുടെ പ്രയാസങ്ങളെയുമാണ് ആ വാക്കുകൊണ്ട് ഒരു സുരക്ഷാ കവചമായി പൊതിയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സലാം പറയാന്നുള്ളത് ഒരു ചെറിയ കാര്യമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനു വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗം, ആ വാക്ക്, അതിന്റെ അർത്ഥഗർത്ത തലങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങിയാലോ. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ടല്ലേ നമ്മൾ സലാം പറയുന്നത്. അള്ളാഹുവിന്റെ ഇസ്മ റബ്ബിന്റെ സലാം ഉണ്ടല്ലോ. അള്ളാഹു എപ്പോഴും പരിപൂർണനും എന്നും ശേഷിക്കുന്നവനുമാണ്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഇസ്മുകളും അള്ളാഹുവിന്റെ സിഫത്തുകളും. അത് പൂർണ്ണവുമാണ്, അത് എന്നും ശേഷിക്കുന്നതാണ്. അപ്പൊ ആ പദപ്രയോഗം കൊണ്ടുള്ള ഒരു അഭിവാദ്യ മുറയ്ക്ക് അത്ര വാലിഡിറ്റി ഉണ്ട്. ലൈഫ് ടൈം എന്നൊന്നും പറയാൻ പറ്റില്ല, ദുനിയാവിന് അപ്പുറവും കിടക്കുന്നുണ്ട്. കാരണം കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശാശ്വതമായ അള്ളാഹുവിന്റെ ദാത്ത്, ശാശ്വതമായ അള്ളാഹുവിന്റെ സിഫത്ത്, അള്ളാഹുവിന്റെ വിശേഷണം, അള്ളാഹുവിന്റെ ഇസ്മ, അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം അഭിവാദ്യത്തിൽ കൊണ്ടുവരുമ്പോൾ അഭിവാദ്യം എന്ന ഈ പ്രാർത്ഥനയ്ക്കും അത്ര കണ്ട് ശാശ്വതമായ ഒരു നിലനിൽപ്പ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ടാണല്ലോ സലാം പറയാം. ഒരു ശാശ്വതമായ നിലനിൽപ്പ്, ഒരു സുരക്ഷിതത്വം ആ ഇസ്മിലൂടെ നമ്മൾ അഭിവാദ്യമായി നേരുകയാണ്. ശാശ്വതമായ സുരക്ഷിതത്വം ഉണ്ടാവട്ടെ എന്നാണ് അതിനർത്ഥം. ശാശ്വതമായ സുരക്ഷിതത്വം. എല്ലാവരും ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ ഈ ഭാഗം മനസ്സിലാവൂ. മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഇസ്മാണല്ലോ. ലൗ ഔസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അലിമുൽ ഗൈബി വശ്ശഹാദ. അല്ലാഹുവിന്റെ നാമങ്ങൾ പറയാണല്ലോ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം. ഈ സലാം, അസ്സലാം എന്ന പ്രയോഗം അള്ളാഹുവിന്റെ ഇസ്മാണ്. ഈ ഇസ്മ കൊണ്ടാണ് നമ്മൾ അഭിവാദ്യം നേരുന്നത്, അഭിവാദ്യം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിനൊരു ശാശ്വതമായ രീതികളുണ്ട്. ഈ അഭിവാദ്യം നമ്മെ കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് ആദ്യത്തെ സംസാരം സലാം പറഞ്ഞുകൊണ്ടാവട്ടെ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ കാണുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിൽ ഉള്ളത്. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറക്കുന്നതാ. ഈമാൻ ഉറച്ചവരോ കടക്കും സ്വർഗമിൽ. ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പഠിപ്പിക്കുന്നു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു.
വലാ തുഅ്മിനൂ ഹത്താ തഹാബ്ബു അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും അഫ്ശുസ് സലാമ ബൈനകും മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിക്കാം, നിങ്ങളാരും സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ മുഅ്മിനാവണം. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്കിടയിലെ പരസ്പര സ്നേഹം സുദൃഢമാവണമെങ്കിൽ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹാബബതും. ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം, അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധം സുദൃഢമാണ്. ഏതാ കാര്യം എന്നറിയോ? അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കാം. നിങ്ങൾക്കിടയിൽ സലാം ഒന്ന് പറഞ്ഞാൽ ഇനി എന്തിനാ പറയണേ? ഒന്ന് പറഞ്ഞാലും നമുക്കൊരു കാര്യമുണ്ട്, ഒരു സ്വഭാവമുണ്ട്. അസ്സലാമു അലൈക്കും എന്നൊരാളോട് പറഞ്ഞു, മൂപ്പര് വേറെ ആണ്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പുള്ളി കേട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ മുഖമൊക്കെ ഒന്ന് കറുപ്പിച്ചിട്ട് പറയും, സലാം പറഞ്ഞേർന്നിട്ടാ. എന്ത് സലാം പറഞ്ഞേർന്ന്? എന്താ മടക്കാത്ത? അങ്ങനെയല്ല പറയേണ്ടത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സലാം പറഞ്ഞേർന്നു എന്നല്ല പറയണ്ടത്. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയണം. അപ്പോഴുമായി എടുത്തുദ്ധരിക്കുന്നതിലും അസ്സലാമു അലൈക്കും എന്നത് വേണം. ആ എടുത്തുദ്ധരിക്കുന്ന അസ്സലാമു അലൈക്കും എന്നതിനാണ് ഇനി വരുന്ന മറുപടി. അങ്ങനെയാണ് കേട്ടതിനല്ലേ മറുപടി പറയേണ്ടത്. പിന്നെ ഒരാള് മറ്റൊരാളുടെ അടുത്തേക്ക് സന്ദർശനത്തിന് പോവാ, എടാ അടുത്ത് വരുമ്പോ എന്റെ സലാം പറഞ്ഞേരട്ടോ അങ്ങനെ പറയാറുണ്ട്. സലാം പറഞ്ഞേക്കാണ്. അങ്ങനെയല്ല, എന്റെ ഒരു അസ്സലാമു അലൈക്കും അവിടെ നീ പറയണം. അവിടെ ഈ എടുത്തുദ്ധരിക്കുന്നതിൽ അസ്സലാമു അലൈക്കും എന്ന പ്രയോഗം ഉണ്ട്. ആ അസ്സലാമു അലൈക്കും എന്ന പ്രയോഗമാണ് അവിടെ എത്തിക്കേണ്ടത്. എന്റെ ഒരു സലാം പറഞ്ഞേക്കും വാപ്പാക്ക്, അങ്ങനെയല്ല, എന്റെ ഒരു അസ്സലാമു അലൈക്കും നീ പറയണമെന്നാണ് പറയേണ്ടത്. ആ പ്രയോഗത്തിന് പോലും എടുത്തുദ്ധരിക്കുന്നതിൽ പോലും അതിന്റെ അദബ് അങ്ങനെയാണെന്നാണ്. അപ്പൊ നിങ്ങളിത് പരമാവധി പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട്. നിങ്ങൾക്കിടയിലെ അകൽച്ചകളെ ഇണക്കി ചേർക്കാൻ, വിളക്കി ചേർക്കാൻ, സമന്വയിപ്പിക്കാൻ, സംയോജിപ്പിക്കാൻ ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അത് നിങ്ങളൊന്ന് ചെയ്യണേ. അത് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിലെ സലാം പ്രചരിപ്പിക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇതാണ് സലാം പറയുന്നതിന്റെ ഇസ്ലാമികമാണ്. വലിയ പുണ്യമുള്ള കർമ്മമാണല്ലോ. നമുക്ക് നോക്കാം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കാം. സ്വഹീഹുൽ ബുഖാരി മുസ്ലിമിലുണ്ട് ഹദീസ്. പുണ്യ നബിയുടെ മുന്നിൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യുൽ ഇസ്ലാമി ഖൈർ. നബിയേ, ഇസ്ലാമിക തത്വാധിഷ്ഠിത കാര്യങ്ങളിൽ, കർമ്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒന്ന് രണ്ടെണ്ണം അറിയണം എനിക്ക്, ഒന്ന് പറയോ? ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത്, അതായത് അക്സറു സവാബൻ ഇൻദല്ലാഹ്, പടച്ചവൻ ഏറ്റവും കൂടുതൽ കൂലി തരുന്ന കാര്യങ്ങൾ ഇസ്ലാമിലെ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണമൊക്കെ അറിയണമെന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന കാര്യങ്ങൾ ഇത് പറയുമെന്ന് ചോദിച്ചു. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തുത്ഇമുത് തുആം, ഒന്നാമത്തേത് നീ ഭക്ഷണം കൊടുക്കുക എന്നാണ്. വിഷണ്ണിതനായി വരുന്നവന്റെ വയറിന്റെ വേദന അടക്കാൻ ഭക്ഷണം കൊടുക്കാൻ കഴിയുമെങ്കിൽ നീ ഭക്ഷണം കൊടുത്തു. തുത്ഇമുത് തുആം. പിന്നെയോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്. നിനക്ക് പരിചയവും നിനക്ക് ശരിക്കും അറിയാവുന്ന മുസ്ലിമിനെ കണ്ടാൽ നീ അങ്ങോട്ട് സലാം പറയോ. ഇനി മുസ്ലിമാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ട ഒരാളെ, നിനക്ക് വലിയ പരിചയമൊന്നുമില്ല, മുസ്ലിമാണെന്ന് ബോധ്യപ്പെട്ട ആളോടും നീ സലാം പറഞ്ഞു. മുസ്ലിമീങ്ങളോട് സലാം പറയൽ ഇസ്ലാമിൽ ഏറ്റവും കൂലി കിട്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്ന കാര്യം. ഹബീബ് ആ സ്വഹാബിക്ക് അങ്ങനെയാണ് മറുപടി കൊടുത്തത്. ഇവിടെ നമ്മൾ ചിന്തിക്കണം, മഹാന്മാരായ ഫുഖഹാ ചർച്ച ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സലാം. നമ്മൾ നിസ്കാരത്തിന്റെ വഖത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉളു എടുക്കൽ നമ്മെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഉളു എടുക്കൽ നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ വഖത്ത് എത്തിക്കഴിഞ്ഞാൽ വാജിബായി നമുക്ക്. ആ വാജിബായ ഉളു എടുക്കൽ, വാജിബ് എന്ന് പറഞ്ഞ നിർബന്ധം കൂലി കൂടുതലുള്ളതാണല്ലോ. ഈ വാജിബിനേക്കാളും കൂലി കൂടുതലുണ്ട് സുന്നത്തിന്. അത് ഈ സന്ദർഭത്തിലാണ്. ഏതാ? നിസ്കാരത്തിന്റെ വഖത്ത് എത്തുന്നതിന് മുമ്പേ അതിനുവേണ്ടി നേരത്തെ ഉളു എടുക്കുക എന്നത് സുന്നത്താണ്. സ്വാഭാവികമായും സുന്നത്തിന് വാജിബിനേക്കാളും പ്രതിഫലം കുറവാണെങ്കിൽ വഖത്ത് എത്തുമ്പോൾ ഉളു എടുക്കുക എന്ന വാജിബിനേക്കാളും വഖത്തിന് മുമ്പ് ഉളു എടുക്കുക എന്ന സുന്നത്തിന് കൂലി കൂടുതലുണ്ട്. ഒരു ഞെരുക്കക്കാരനായ മനുഷ്യന് നമ്മൾ കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഞെരുക്കമാണ്. ആ അവധി എത്തിയാൽ
അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും നമ്മൾ സാവകാശം ചെയ്തു കൊടുക്കുക എന്ന് നമുക്ക് ബാധ്യതയാണ്, വാജിബാണ്. ആ വാജിബിനേക്കാൾ അവധി എത്തുന്നതിന് മുന്നേ അവനോട് പറയാണ്, അല്ല ഒരാഴ്ചയും കഴിഞ്ഞിട്ട് നീ തന്നാൽ മതി, അന്ന ഡേറ്റിലല്ല നീ തരാന്ന് പറഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് അവധി എത്തുന്നതിന് മുന്നേ അവന്റെ ഞെരുക്കത്തെ മനസ്സിലാക്കിയാൽ നേരത്തെ അയാൾക്ക് സാവകാശം കൊടുക്കുക എന്ന സുന്നത്തിന് സമയമെത്തിയപ്പോൾ അയാളുടെ ഞെരുക്കം ബോധ്യപ്പെട്ടാൽ സാവകാശം കൊടുക്കുക എന്ന വാജിബിനേക്കാളും പ്രാധാന്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സലാം പറയൽ. സലാം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങാ എന്നത് സുന്നത്താണ്. എന്നാൽ ആ സലാം ഇങ്ങോട്ട് മടക്ക എന്നത് ഫർദ് കിഫയാണ്. സുന്നത്തിന് ഫർദിനേക്കാൾ കൂലിയുണ്ട്. ഇവിടെ സുന്നത്തിന്റെ കൂലി 90 ഫർദിന്റെ കൂലി 10. മടക്കുക എന്ന ഫർദിന്റെ കൂലി 10, തുടങ്ങുക എന്ന സലാം അങ്ങോട്ട് പറയുക എന്ന സുന്നത്തിന്റെ കൂലി, ഫർദിന്റെ കൂലി 10, മടക്ക എന്ന ഫർദിന്റെ കൂലി 10, തുടങ്ങി അങ്ങോട്ട് പറയാ എന്ന സലാം പറയാ എന്ന സുന്നത്തിന്റെ കൂലി 90. ഇത് ഫുഖഹ ചർച്ച ചെയ്ത കാര്യമാണ്. ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും നമുക്ക് ഈ ഉദ്ധരണി കാണാൻ കഴിയും. ഏതായാലും പടച്ച റബ്ബുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ സലാം പറഞ്ഞാൽ മതി. അള്ളാഹുവിന്റെ ഇസ്മ ഇങ്ങനെ പറയുമ്പോൾ റബ്ബിനോടൊരു ബന്ധം വരാണല്ലോ. അള്ളാഹുവിന്റെ ഇസ്മ പറയുമ്പോൾ റബ്ബിനോടൊരു ബന്ധം വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഇമാം അബൂ ദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്, ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇന്ന ഔലൻ നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവോട് ഏറ്റവും ബന്ധമുള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ സലാം പറഞ്ഞു തുടങ്ങുന്നവനാരോ അവനാണ് റബ്ബിനോട് ഏറ്റവും ബന്ധമുള്ളവനെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിൽ ഏറ്റവും റബ്ബിനോട് അടുപ്പുള്ള ആള് സലാം പറഞ്ഞു തുടങ്ങുന്ന മനുഷ്യനായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമുക്ക് ആ ബന്ധം ഉണ്ടാവണം. നുസ്ഹയിൽ ഒരു സംഭവം കാണാം. വഴിയോരങ്ങളിൽ സാധാരണ സലാം പറയുന്നതിന്റെ ഒരു അദബിൽപ്പെട്ടതാണ്. ഒരു വഴിയിൽ വെച്ച് വലിയ ആളും ചെറിയ ആളും കൂടി കണ്ടു കഴിഞ്ഞാൽ പ്രായത്തിന് ഇളയ ആള് പ്രായത്തിന് മൂത്ത ആളോട് സലാം അങ്ങോട്ട് പറയണം. രണ്ടാളും ഒരുമിച്ച് കണ്ടുമുട്ടിയോട് സലാം പറയണം. അപ്പൊ ചെറിയ വലിയവനോട് ചൊല്ലണം, ചെറിയ ആള് വലിയവനോട് സലാം ചൊല്ലണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സഹാബികൾ ഒരു വഴിയിൽ വെച്ച് കുറച്ചു കാലം ഇടക്കിടക്ക് ഇങ്ങനെ കണ്ടുമുട്ടൽ പതിവായിരുന്നു. കണ്ടുമുട്ടുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചെറിയ ആളാണല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് സലാം പറയുമായിരുന്നു. ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയ സഹാബിയായ അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കണ്ടുമുട്ടിയപ്പോൾ പതിവിന് വിരുദ്ധമായി മിണ്ടാതെ നിന്നു, സലാം പറഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയൊരു വിഷമായി. മഹാനവറുകൾ ആ വിഷമം കടിച്ചമർത്തിയിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലി റളിയല്ലാഹു അൻഹു ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ അങ്ങോട്ട് സലാം പതിവായി പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു അന്ന് പതിവിന് വിരുദ്ധമായി മിണ്ടാതെ നിന്നു. സലാം സ്വീകരിച്ചിട്ട് നല്ല ഭവ്യതയോടെ ചിരിച്ചിട്ട് മറുപടി പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടുകൾ വിതുമ്പി ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ ചെന്നുകൊണ്ട് സങ്കടം പറയുന്നു. നബിയേ, എന്റെ മുഖത്തെ വിഷാദം എന്തെന്നറിയുമോ? എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങേക്ക് പറ്റിയതെന്താ? എന്റെ മുഖത്തെ വിഷാദം പതിവായി വഴിയിൽ വെച്ച് കാണുമ്പോൾ അലി എന്നോട് സലാം പറയലായിരുന്നു പതിവ്. ഇന്ന് അലി എന്നോട് സലാം പറഞ്ഞില്ല നബിയെ, എനിക്ക് സങ്കടം തോന്നി നബിയെ. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു, എന്റെ സിദ്ദീഖിനെ താങ്കൾ വിഷമിപ്പിച്ചോ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനും പറഞ്ഞ നബി നിങ്ങൾക്ക് സഹിക്കൂല. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു വലിയ മഹാൻ, അല്ലാഹു അവിടുത്തോടൊപ്പം സ്വർഗം തരട്ടെ നമുക്കൊക്കെ. ആ മഹാന വിഷമമുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കാവതല്ല. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അലിയെ റളിയല്ലാഹു അൻഹു, ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ പതിവിന് വിരുദ്ധമായി സലാം പറയാതെ നിന്നതെന്താ? ഒന്നുമില്ല നബിയെ, ഇഷ്ടം കൊണ്ടാണ്. ഇഷ്ടം കൊണ്ടോ? അങ്ങ് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മഹാനല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
അതുകൊണ്ട് ഞാൻ സലാം പറഞ്ഞില്ല. എന്തായി പറയുന്നത്? നബിയേ, ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് അള്ളാഹുവിന്റെ സ്വർഗലോകമാണ് നബിയെ. സ്വർഗലോകത്തിൽ ഞാൻ കണ്ടത് ഒരു കൊട്ടാരമാണ്. ഒരു മലക്കതിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാ? സ്വപ്നത്തിൽ മലക്കനോട് പറഞ്ഞു, രണ്ട് സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം കൊണ്ട് ആദ്യം ആരാണോ തുടങ്ങുന്നത് ആ മനുഷ്യന് വേണ്ടി അള്ളാഹ് വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ വിഭവമാണ് മനോഹരമായ കൊട്ടാരമത്രേ. ആ കൊട്ടാരം എല്ലാ ദിവസവും ഞാൻ സ്വന്തമാക്കിയില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിവരം എനിക്ക് കിട്ടിയാൽ എന്റെ സഹോദരനായ സിദ്ദീഖ് തങ്ങൾക്കും ആ കൊട്ടാരം കിട്ടണമെന്ന് ഞാൻ മോഹിച്ചു. മഹാനവറുകൾക്ക് എനിക്ക് കിട്ടിയ പോലെ തന്നെ കിട്ടണമല്ലോ. കുശുമ്പുണ്ടെങ്കിൽ മഹാനവറുകൾ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറയാൻ അവസരം കൊടുക്കൂല. ഞാൻ എന്റെ ജീവനതുല്യം സ്നേഹിക്കുന്ന എന്റെ നേതാവ് സിദ്ദീഖ് തങ്ങൾക്ക് ആ കൊട്ടാരം ഒന്ന് കിട്ടിയാലോ, എന്റെ സ്വപ്നം ഒന്ന് സാക്ഷാത്കരിച്ചാലോ എന്ന് കരുതി ഞാൻ മിണ്ടാതെ നിന്നതാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലി പറഞ്ഞത് സത്യമാണ്. സദഖ അലിയുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സലാം പറഞ്ഞങ്ങ് തുടങ്ങുമ്പോൾ ഈ രീതിയിലുള്ള പ്രതിഫലങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാം പറയുന്നതിന്റെ ഒരു ഗൗരവമേറിയ ചിന്ത നമ്മളൊന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു ഈ വിഷയം എത്ര ഗൗരവത്തോടു കൂടെ ഏറ്റെടുത്തത്. റബ്ബ് ഇത് ചെയ്തുകൊണ്ടിരിക്കല്ലേ, മുഅ്മിനീങ്ങളോട് ചെയ്യാൻ പറയല്ലേ. നിങ്ങൾക്കറിയോ, ലോക ചരിത്രത്തിൽ ആദ്യം ഒരു സലാം പറയുക എന്ന സംവിധാനം ഉണ്ടായിട്ടുള്ള എപ്പോഴാണ്? ഈ ഒരു സമ്പ്രദായത്തിന്റെ തുടക്കം നമ്മൾ ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയും. ആദ്യം സലാം പറഞ്ഞത് മനുഷ്യനല്ല. ആദ്യം സലാം പറഞ്ഞതൊരു പേനയാണ്. പേന എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകുന്ന ഒരു ഉപകരണമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഉപകരണം മൊബൈലാണെന്ന് പറഞ്ഞാൽ നമ്മൾ തർക്കിക്കുമല്ല, പേനയാണെന്ന് പറയേണ്ടത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പേന. ആദരണീയമായ ഒരു ഉപകരണമാണ് പേന. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അൻ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന അവ്വല മാ ഖലഖല്ലാഹു തആലൽ ഖലം ഫഖാല ഉക്തുബ് ഫഖാല മാ അക്തുബ് യാ റബ്ബി ഉക്തുബ് മാ കാന വമാ ഹുവ കായിനുൻ ഇലൽ അബ്ദി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിലൊക്കെ ഈ ഹദീസ് കാണാം. അല്ലാഹു ആദ്യം സൃഷ്ടിച്ച ഉപകരണം പേനയാണ്. പേനയോട് അല്ലാഹു എഴുതാൻ പറഞ്ഞു. പേന ചോദിച്ചു, ഞാൻ എന്തെഴുതണം? നീ എല്ലാം എഴുതിക്കോ, ഉണ്ടായതും ഉണ്ടാവാനുള്ളതൊക്കെ നീ എഴുതിക്കോ. കലം, പേന, അങ്ങനെ എഴുതാൻ തുടങ്ങി. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി. അല്ലാഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ നീ ചേർത്ത് പറയണം മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നീ ചേർത്ത് എഴുതണം. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പേര് പേന എഴുതുന്നതിന് മുമ്പ് പരിചയമല്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കാം. പേന ചോദിച്ചു, കലം ചോദിച്ചു, ആദ്യത്തെ ഉപകരണമായ പേന ചോദിച്ചു. റബ്ബേ വമൻ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ റബ്ബി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേന ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദിലാം. റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പേന ചോദിക്കാൻ, ആരാണ് റബ്ബേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പേനയോട്, ഏത് പേന? സുജൂദിൽ കിടക്കുന്ന പേനയോട് റബ്ബ് പറയാ, ആ പേര് പറയാൻ പോലും നീ ഇനിയും അദബ് കാണിക്കണം പേനെ. സുജൂദിനേക്കാളും വലിയ അദബ് അല്ലാഹു മനുഷ്യന് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, അത് പറയാൻ നീ ഇനിയും അദബ് കാണിക്കണം പേനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പേന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആരാണെന്ന് റബ്ബ് പറയുന്നത് അങ്ങോട്ട് കേൾക്കാണ്. പേനെ നീ അദബ് കാണിക്കണം. ഞാൻ എന്തിനെയെല്ലാം സൃഷ്ടിച്ചുവോ അവയെല്ലാം ആ നബിയോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. ആ നബിയോടുള്ള ഹുബ്ബ് കൊണ്ടാ ഞാൻ സർവ്വതിനെയും സൃഷ്ടിച്ചത്.
ഇത് കേട്ടപ്പേന ആ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് സലാം പറയുകയാണ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കാൻ അവിടെ ആരുമില്ല, ആദ്യത്തെ ഉപകരണല്ലേ. അള്ളാഹു തന്നെ അസ്സലാം മടക്കി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മിസ്ബാഹുൽ വലാം എന്ന കിതാബിൽ ഇത് നമുക്ക് കൃത്യമായി ഈ ചരിത്രം വായിക്കാൻ കഴിയും. അപ്പോൾ അള്ളാഹു തന്നെ അതിന് മറുപടി കൊടുത്തു. അസ്സലാം പറഞ്ഞാൽ അത് മടക്കൽ വാജിബാണല്ലോ. മടക്കുക എന്ന സിസ്റ്റം അവിടെ വാജിബായിട്ട് ഉണ്ടായേ പറ്റും, നിർബന്ധമായിട്ടും ഉണ്ടാവണം. സലാം പറഞ്ഞാൽ മടക്കുക എന്ന സിസ്റ്റം വാജിബായിട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന നിസ്കാരത്തിൽ സലാം വീട്ടുന്നുണ്ടല്ലോ, അവിടെ മടക്കലുണ്ടോ? ഉണ്ട്. വലത്തെ ഭാഗത്തിരിക്കുന്ന ആള് ഇടത്തെ ഭാഗത്തെ ആളോട് സലാം പറയുമ്പോൾ ആ ഇടത്തെ ഭാഗത്തിരിക്കുന്ന ആള് വലത്തെ ഭാഗത്തേക്കുള്ള ആളോട് സലാം പറയലാണ് അയാളുടെ സലാം വീട്ടൽ. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം വീട്ടലും മടക്കലുമാണ്. അതല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന ബഹുവചനത്തിന്റെ പ്രയോഗമായതുകൊണ്ട് അത് മലക്കുകൾ മടക്കുന്നുണ്ട് എന്നാണ് കർമ്മശാസ്ത്രം പറയുന്നത്. അപ്പൊ സലാം പറയലിന്റെ കൂടെ മടക്കലുണ്ട്. ഇനി ആരും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ചെന്നെന്ന് നോക്കാം. നമ്മൾ ചെന്നത് ഒരു ഗോഡൌണിലാണ്, അല്ലെങ്കിൽ നമ്മൾ ചെന്നത് നമ്മുടെ പറമ്പിലാ, ആരുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അസ്സലാമു അലൈനാ വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സലാം പറയാം. ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. ഇതെപ്പോഴും പറയാൻ പറ്റിയൊരു കാര്യമാണോ? എപ്പോഴും പറയാം. ഇവിടെ ഓർമ്മ, ഇത് വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ, കല്യാണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ മുസ്ലിയാരെ കാണുമ്പോൾ, അല്ലെ അങ്ങനെ ഒരു തോന്നലുണ്ട് മുസ്ലിയാരോട് മാത്രം പറയാനുള്ളതാണെന്ന്. പെണ്ണുങ്ങൾക്കുണ്ട്, മുസ്ലിയാരെ കാണുമ്പോൾ തലേ തുണിയിടുക. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ തലേ തുണി എന്നാണ് പെണ്ണുങ്ങളുടെ ഓർമ്മ. എല്ലാവരുടെയും എല്ലാ ചില ആളുകൾക്ക് അങ്ങനെ തോന്നലുണ്ട്. മുസ്ലിയാരെ കാണുമ്പോൾ തലയിടാനുള്ളതല്ല അത്. മുസ്ലിയാരെ കാണുമ്പോൾ പറയാനുള്ളതല്ല അസ്സലാമു അലൈക്കും. എപ്പോഴും പറയാം, പറഞ്ഞു പഠിക്കുക, പറഞ്ഞ് പഠിപ്പിക്കുക, പറഞ്ഞ് ശീലിക്കുക. കൊച്ചു മക്കളെ അതിലൂടെ വളർത്തുക. കുടുംബത്തിൽ സ്നേഹമുണ്ടാവും, കുടുംബത്തിൽ സൗഹൃദം ഉണ്ടാവും. ഭാര്യയോട് സലാം പറയാം, ഭാര്യ ഭർത്താവിനോട് സലാം പറയാം. അള്ളാഹു നമ്മുടെ ഇടയിൽ പഠിപ്പിച്ചു തന്ന ഒരു മാസ്മരിക പദമാണ് സലാം. അള്ളാഹു പഠിപ്പിച്ച പദമാണ്. റബ്ബി എത്ര സലാം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ? 12-ലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു സലാം പറയുന്നത് അവതരിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ 12-ലേറെ സ്ഥലങ്ങളിൽ അള്ളാഹു സലാം പറയുന്നു. സ്വർഗത്തിലെത്തിയാലും റബ്ബിന്റെ സലാം കാതോർക്കാൻ സത്യവിശ്വാസികൾ കൊതിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെത്തിയാൽ റബ്ബിന്റെ സലാമാണ് ഏറ്റവും വലിയ വിഭവം. അള്ളാഹു സലാം പറയും, അള്ളാഹു സലാം പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വഴിയോരങ്ങളിൽ ചെറുപ്പക്കാരും കുട്ടികളൊക്കെ നിൽക്കും. രാഹുൽ ഗാന്ധി ഒന്ന് കയ്യോക്കി കാണിക്കണം കാണാൻ, അല്ലേ? അങ്ങനെയാണ്. കൊച്ചിയിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ കാറിൽ പോയപ്പോൾ കയ്യൊന്ന് പൊക്കി കാണിച്ചത് വലിയ താല്പര്യമായിരുന്നു കണ്ടവർക്ക്. വലിയ വലിയ ആളുകളൊക്കെ ഒരു സലാം പറയാ, ഒന്ന് അഭിവാദ്യം പറയാ, വലിയ കാര്യം. അസ്സലാമു അലൈക്കും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വലിയ ഇഷ്ട. എന്നാൽ അല്ലാഹുവിന്റെ സലാം കാത്തിരിക്കുകയാണ്, കൊതിച്ചിരിക്കുകയാ സ്വർഗവാസികൾ. അല്ലാഹുവിന്റെ സലാം എവിടെയുണ്ട്? പരിശുദ്ധ ഖുർആൻ കണ്ടോ? ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ വിഭവം നിന്റെ ജീവിത പങ്കാളിയാണ്, ഇണയാണ്, ഹൂറിലീനാണ്. നിന്റെ കൂടെ ജീവിച്ച ദുനിയാവിന്റെ ഭാര്യ സ്വർഗത്തിന്റെ നിന്റെ വിഭവമാണ്, സമ്മാനമാണ്. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാജുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹുറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്. ചാരിക്കട്ടിലിൽ ഇങ്ങനെ കിടന്ന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ തണലിൽ ഇങ്ങനെ ചാരുകട്ടിലിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക. അവരും അവരുടെ കുടുംബവും. അള്ളാഹു നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ഭാഗ്യം തരട്ടെ. എപ്പോഴും അങ്ങനെ ദ്വാരക്കാവും. ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോവാ, അവളിവിടെ കിടക്കട്ടെ, അങ്ങനെയല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം സ്വർഗത്തിൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ എല്ലാം കിട്ടും. ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ഊൻ. പിന്നെ കിട്ടുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലും അല്ലാഹുവിന്റെ സലാമുണ്ട്. അല്ലാഹുവിന്റെ സലാം സ്വർഗത്തിലുണ്ട്.
നമ്മൾ നേരത്തെ പറഞ്ഞു ഈസാ നബിക്ക് അള്ളാഹുവിന്റെ സലാം കിട്ടിയെന്ന് തൊട്ടിലിൽ കിടന്ന് ഈസാ നബി പറഞ്ഞു. അപ്പൊ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണിത്. അള്ളാഹു തന്റെ സൃഷ്ടികളോട് ചെയ്യുന്ന കാര്യമാണ് ഈ സലാം പറയൽ. മിഅ്റാജിന്റെ അനുഭവം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഅ്റാജിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സലാം പറയുന്ന രീതി നമ്മുടെ അത്തഹിയ്യാത്തിൽ വന്നു എന്നുള്ളതാണ്. അത്തഹിയ്യാത്തിൽ നിസ്കാരത്തിൽ റസൂലുള്ളാഹിക്ക് സലാം പറയാത്ത നിസ്കാരം സ്വഹീഹല്ല, നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. കാരണം അത്തഹിയ്യാത്തിന്റെ വാജിബായ പദങ്ങളിൽപ്പെട്ട ഒന്നാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് ഇനി യാത്രയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞപ്പോ കൈമലർത്തി ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖാഫ് ഫി സത്തിഹി റുഅബ ഫവദ്ദഅ വഹതാഫ് دعني تقدم يا حبيبي لا تخاف أبصر تنادي ربك القيوم صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم. സമുദ്രം സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറമാണ്. സാധാരണ സമുദ്രമല്ല, പ്രകാശത്തിന്റെ സമുദ്രം. അതിന്റെ തീരങ്ങളിലെത്തിയപ്പോൾ ഭയവിഹുലനായ ജിബ്രീൽ ചുരുണ്ടു. എന്നെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് യാത്ര തുടങ്ങിയാലും നബിയെ തുടർന്നാലും എന്നെ ഉപേക്ഷിച്ചങ്ങ് പോകൂ. അങ്ങ് പേടിക്കേണ്ട നബിയെ. അങ്ങയുടെ റബ്ബിനെ കണ്ടുകൊണ്ട്, അങ്ങ് കൺകുളിർക്കെ കണ്ടുകൊണ്ട് സംഭാഷണം നടത്തിയാലും നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലാം. എന്താ കൊണ്ടുപോവാ? റബ്ബിനെ കാണാൻ പോകുമ്പോ എന്താ കൊണ്ടുപോവാ? എന്തെങ്കിലും കൊണ്ടുപോണ്ടേ? അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ ഹയാത്ത് കാലത്ത് ഞങ്ങളൊക്കെ പോകുമ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിരുന്നു. ഉസ്താദിന് വലിയ ഇഷ്ടമാണ്. അവിടെ വരുന്നവർക്ക് ഉസ്താദ് വീതം വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഉസ്താദിന്റെ ഒരു ബർക്കത്തിന്റെ ഒരു ദുആയും കിട്ടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു മഹാന്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. മഹാനവറുകളെ കാണാൻ പോകുമ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നു. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം തങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകും. നമ്മൾ ആദരിക്കുന്ന ഓടത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകും. റബ്ബിനെന്താ കൊണ്ടുപോകാനുള്ളത്? അള്ളാഹുവിന് എന്താ ആവശ്യമുള്ളത്? അള്ളാഹ്ക്ക് ഒന്നും വേണ്ടല്ലോ. ഗനിയും മുഗനിയായ റബ്ബിന് എന്ത് വേണം? പക്ഷെ റബ്ബിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ അനുഗ്രഹീതമായ മഹോന്നതമായ അഭിവാദ്യങ്ങളും, എല്ലാ അഭിവാദ്യങ്ങളും, എല്ലാ ഗുണങ്ങളും, എല്ലാ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്, എല്ലാ അനുഗ്രഹീതമായ അഭിവാദ്യങ്ങളും എല്ലാ തിരുക്കാഴ്ചകളും റബ്ബേ നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കാം. അല്ലാഹുവിന് അഭിവാദ്യം പറഞ്ഞു. അപ്പൊ റബ്ബ് തിരിച്ചു പറഞ്ഞ അഭിവാദ്യമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റഹ്മത്തുള്ളാഹി വബറകാതുഹും കൂടി സലാം പറയുമ്പോൾ കൂട്ടണം. മടക്കുമ്പോൾ മാത്രമല്ല, അങ്ങോട്ട് പറയുമ്പോൾ. അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ, റഹ്മത്തും ബറക്കത്തും ഉണ്ടാവട്ടെ. ഇത് കേട്ട മലക്കുകൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവിൽ നിന്നുള്ള സലാം പറയുന്ന സിസ്റ്റം നമുക്ക് കാണാൻ ഏറെയുണ്ട്. അപ്പോൾ റബ്ബിന്റെ സലാം നമ്മോടുണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി കണ്ടോ, മലക്കുകൾ സലാം പറയും. മലക്കുകൾ സലാം പറയും. അല്ലാഹുവും അവന്റെ മലക്കുകളും ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു. സ്വലാത്ത് ചൊല്ലൂ, സലാമും പറയൂ എന്ന് പറഞ്ഞത്. അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്നു, നിങ്ങളും ചെയ്യും. എനിക്കാരെങ്കിലും സലാം പറഞ്ഞാൽ ഞാൻ അവന് മടക്കിയിട്ടല്ലാതെ ഇല്ല. സലാം പറയുന്നവനൊക്കെ മടക്കും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സലാം പറയൂ, സലാം പറഞ്ഞാൽ മടക്കും. സലാം എന്നോട് പറഞ്ഞാൽ ഞാൻ അവന്റെ സലാം മടക്കാതെയില്ല. സലാം പറയണം. മലക്കുകൾ ചെയ്യുന്ന പരിപാടിയാണ് സലാം പറയല്. മലക്കുകൾ മുഅ്മിനീങ്ങളോട് സലാം പറയും.
മലക്കുകൾ മുഅ്മിനീങ്ങളോട് സലാം പറയുന്ന രീതി വല്ലദീന സബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ വയദ്റഊന ബിൽ ഹസനത്തിസ്സയ്യിഅ ഉലൈക ലഹും ഉഖബദ്ദാർ جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم. എന്തായി പറഞ്ഞത്? തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചു, റബ്ബിന്റെ പൊരുത്തത്തിനായി ജീവിച്ചു, നിസ്കാരത്തെ സമയബന്ധമായി നിർവഹിച്ചു, തനിക്ക് റബ്ബ് നൽകിയത് രഹസ്യമായും പരസ്യമായും ചെലവ് ചെയ്തു. അതുപോലെ തന്നെ തിന്മകളിൽ നിന്നും രാജിയായി അവർക്ക് നാളെ പരലോകത്ത് സ്വർഗമാണുള്ളത്. അവര് മാത്രമല്ല സ്വർഗത്തിൽ പോകാ, അവരുടെ ഈ സൽക്കർമ്മങ്ങളെ പരിഗണിച്ചാൽ അവരുടെ പിതാക്കളും അവരുടെ ഭാര്യമാരും അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ പോകും. അള്ളാഹു അങ്ങനെ ഒരു പവർ നമുക്ക് തരട്ടെ. നമ്മുടെ ഒരു നന്മ കൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരെയും കൊണ്ടാകാൻ പറ്റും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അവരൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതൊരു അത്ഭുതമല്ലേ? ഒരാളുടെ ഒരു നന്മ കൊണ്ട് പോകുന്നത് കാണുമ്പോൾ അത്ഭുതമല്ലേ? അവരെ മലക്കുകൾ എതിരേൽക്കുമെന്ന് ഖുർആൻ. ഇങ്ങനെ ഫാമിലിയായി സ്വർഗത്തിലേക്ക് എത്തുന്ന ഈ സൽഗുണ കുടുംബം അങ്ങ് വരുന്നത് കാണുമ്പോൾ അവരെ സ്വീകരിക്കാൻ മലക്കുകൾ എതിരേൽക്കും. മലക്കുകൾ എന്തും പറഞ്ഞപ്പോ സ്വീകരിക്കാം. മലക്കുകൾ സ്വീകരിക്കുന്നത് എന്ത് പറഞ്ഞാണെന്നറിയുമോ? മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരെ എതിരേൽക്കും. അതൊരു വല്ലാത്ത കാഴ്ചയല്ലേ? സ്വർഗത്തിലേക്ക് ഇങ്ങനെ വരാം. സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിൽ നിന്ന് ഈ ഫാമിലിയെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇങ്ങനെ ലക്ഷക്കണക്കിന് മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വരാം. എന്നിട്ട് മലക്കുകൾ പറയും സലാമുൻ അലൈക്കും ബിമാ സ്വബർതും. നിങ്ങൾ ഒരുപാട് ക്ഷമിച്ച് സഹിച്ച ഭൂമിയിൽ ജീവിച്ചത്, അതുകൊണ്ട് ക്ഷമിക്കുന്നവന് കിട്ടിയ സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. സലാമുൻ അലൈക്കും, റബ്ബിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. സ്വർഗത്തിലെത്തിയാലും മലക്കുകൾ ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വർഗത്തിൽ മലക്കുകൾ ഇങ്ങനെ സലാം പറയാ. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സൂറത്താണല്ലോ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. അതിൽ പറയുന്ന എന്താ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സലാം ഉണ്ട്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അല്ലാഹു അതിലും നമ്മെ ചേർക്കട്ടെ. അപ്പൊ ഇങ്ങനെ മലക്കുകളുടെ സലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മലക്കുകളിൽ നിന്നും സലാം കിട്ടിക്കൊണ്ടിരിക്കും. ഇനി കണ്ടോ സ്വർഗവും നരകവും വേർതിരിക്കുന്ന അതിന്റെ ഇടയിൽ ഒരു മതിലുണ്ട്. ഖുർആൻ അതിനെ കുറിച്ച് പറയാൻ ഒരു അധ്യായത്തിൽ പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. ആ മതിലിന്റെ പേരാണ് അഅറാഫ്. സൂറത്തുൽ അഅറാഫ് എല്ലാവർക്കും അറിയാലോ. സൂറത്തുൽ അഅറാഫ്. ഈ അഅറാഫ് എന്ന് പറയുന്ന മതിലിന്റെ മുകളില് കുറച്ച് പാർട്ടിയുണ്ട്. അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള നന്മയുടെ കുറവും പൂർത്തിയായിട്ടില്ല, അന്ന് നരകത്തിലിടാനുള്ള തിന്മ അവർ ചെയ്തിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഉള്ള ആളുകളായതുകൊണ്ട് ആ മതിലിന്റെ മുകളിൽ അവർ വെക്കും. ഒരു രസകരമായ കാഴ്ച. അവർ കാലത്ത് വൈകുന്നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണങ്ങനെ കാണാം. അപ്പൊ എന്ത് ചെയ്യും? ഈ അഅറാഫിന്റെ മുകളിലിരിക്കുന്ന അവർ പിന്നീട് സ്വർഗത്തിലേക്ക് വരാനുള്ളവരാണ്. തൽക്കാലം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള അതിന്റെ ഇടയിൽ നിൽക്കാണ്. അപ്പൊ അവർക്ക് ആ മതിലിന്റെ മുകളിലെ സ്ഥാനം. സ്വർഗവും കാണാം, നരകവും കാണാം. അങ്ങനെയുള്ള ഒരു പാർട്ടി ഉണ്ട്. അവരും സലാം പറയും. ഇതൊക്കെ ഏത് ലോകത്താണ് നടക്കുന്നത്? ആ ലോകത്ത്, പരലോകത്ത് നടക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ എത്ര നടത്തേണ്ടത്? ഭൂമിയിൽ ഈ പ്രവൃത്തി നടക്കേണ്ട ലോകമായ ഭൂമിയെ, ഈ പ്രവൃത്തി നടക്കേണ്ട ലോകമായ ഭൂമിയിൽ ഇതിനെത്ര പരിഗണന ഒരു സത്യവിശ്വാസി നൽകേണ്ടതുണ്ട്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അഅറാഫ് എന്ന് പറയുന്ന മതിലിന്റെ മുകളിൽ കുറെ ആളുകളുണ്ട്. അവരും വബൈനഹുമാ ഹിജാബ് വഅലൽ അഅറാഫി റിജാലുൻ യഅരിഫൂന കുല്ലം ബിസീമാഹും വനാദൗ അസ്ഹാബൽ ജന്ന. സ്വർഗത്തിലുള്ളവരെയും നരകത്തിലുള്ളവരെയും മതിലിന്റെ മുകളിലിരിക്കുന്നവർക്ക് അടയാള സഹിതം തിരിച്ചറിയാൻ പറ്റുമെന്ന് ഖുർആൻ. നമ്മുടെ ആ കാക്കായല്ല പോണത്. അയാൾ എന്താ വർത്താനായിരുന്നു പറഞ്ഞ? ഇപ്പൊ എവിടെ കിടക്കണം? നരകത്തില്. പടച്ചോനെ, ഇയാള് നരകത്തിലാ. അവൻ കാഴ്ചയിലും അങ്ങനെ വലിയ ആളൊന്നും അല്ലായിരുന്നു, പക്ഷെ അവൻ സ്വർഗത്തിൽ കടന്നല്ലോ. അല്ലാ, ഏതാള്? മറ്റേ ആള്. അടയാള സഹിതം തിരിച്ചറിയാൻ കഴിയും. സ്വർഗവാസിയെയും അറിയാം, നരകവാസിയെയും തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ
മതിലിന്റെ മുകളിലിരിക്കുന്ന അവർ വിളിച്ചു പറയും, വനാദൗ അസ്ഹാബൽ ജന്ന അസ്സലാമു അലൈക്കും, ഓ സ്വർഗ്ഗവാസിയെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ മനസ്സിലായാ? ഞാൻ ഇന്ന ആളെ ഇവിടെ സ്വർഗത്തിലുള്ള ആളെ കാണുമ്പോൾ വിളിച്ച് സലാം പറയുമെന്ന് ഖുർആൻ. അപ്പൊ ഈ കർമ്മം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സലാം പറയുന്നത് എങ്ങനെയെന്ന് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖലഖല്ലാഹു ആദമ ഖാല ഇദ്ഹബ് ഫസല്ലിം അലാ ഉലൈക നഫ്രിൻ മിനൽ മലായികതി ജുലൂസ്. അവിടെ ഇരിക്കുന്ന ഒരു സംഘം മലക്കുകളെ കണ്ടു ആദം നബിയെ. അവരുടെ അടുക്കൽ പോയി അങ്ങ് അസ്സലാമു അലൈക്കും പറഞ്ഞേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറഞ്ഞു. മലക്കുകൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുത്തു. അസ്സലാമു അലൈക്കും എന്നതിന്റെ കൂടെ മലക്കുകൾ തിരിച്ചു പറഞ്ഞത് പഠിപ്പിച്ചു കൊടുത്തു. വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നതും കൂട്ടി ചേർത്ത് പഠിപ്പിച്ചു കൊടുത്തു. മലക്കുകൾ ആദം നബിക്ക് സലാം പഠിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് റസൂൽ സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടില് മഹാനായ ലൂത്ത് നബിയുടെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം മലക്കുകൾ പ്രച്ഛന്നരായി എത്തുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ. ആ സമയത്ത് ഹല്ലതാക ഹദീസു ളൈഫി ഇബ്രാഹീമ ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا السلام. ഇബ്രാഹിം നബിക്ക് അവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരാം. മലക്കുകൾ സലാം പറഞ്ഞു എന്ന് കയറുന്ന വീടാവട്ടെ നമ്മുടെ വീട്. മഹാനവറുകൾ തിരിച്ചു മടക്കി അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളോട് തിരിച്ച് സലാം മടക്കി. മഹാനവറുകൾ പറഞ്ഞ പ്രയോഗം ഖുർആൻ കൃത്യമായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. സലാമിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുകയാണ്, ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. വേഷപ്രച്ഛന്നനായ ജനതയെ തിരിച്ചറിയാതെ അങ്ങോട്ട് സലാം മടക്കി സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പം മലക്കുകളിൽ നിന്നും നമുക്ക് സലാം കിട്ടും. മലക്കുകളിൽ നിന്ന് സലാം കിട്ടിയ മഹാന്മാരുണ്ട്. മലക്കുകളിൽ നിന്നും സലാം കിട്ടണം. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്, സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് കേട്ടോ. ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഹാദാ ജിബ്രീൽ യഖറഉ അലൈകിസ്സലാം. ആയിഷ, ഇത് ജിബ്രീലാണ് നിന്നോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. ആയിഷ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹാ എന്ത് ചെയ്തു എന്നറിയുമോ? ഖുൽതു, മഹദി അവர்கள் പറയാണ്, ഞാൻ മടക്കി. വ അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിബ്രീലിന് അങ്ങോട്ട് സലാം മടക്കി കൊടുത്തു. സയ്യിദത്തുനാ വ ഉമ്മുനാ ആയിഷ. മഹാന്മാർക്കൊക്കെ മലക്കുകളിൽ നിന്ന് ഇങ്ങോട്ട് സലാം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പ്രവൃത്തി ഭൂമിയിൽ നടക്കുന്നത് കൊണ്ടാണോ ആകാശമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴാത്തത്? ഇതിങ്ങനെ എവിടേക്കോ നടക്കുന്നുണ്ട്. അള്ളാഹിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഖബറാളിയോട് സലാം പറഞ്ഞാൽ ഉടനടി അള്ളാഹു കഴിവ് കൊടുത്തു പറയും മറുപടി. മഹാനായ തഴവ എത്ര മനോഹരമായ ഭാഷയിൽ പറയുന്നത്. ഖബറാളിയോട് സലാം പറഞ്ഞാലും മറുപടിയുണ്ട്. പക്ഷേ സലാം പറയുന്നവന്നാ കൂലി, മടക്കുന്നവനോ കൂലിയില്ലാ ജോലി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാണ്. നമുക്കൊരു മര്യാദയും കൂടിയുണ്ട്. സലാം പറയുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അയാളോട് പ്രതികരിക്കേണ്ടത് വഅലൈക്കും സലാം എന്നല്ല, നമ്മൾ പ്രതികരിക്കേണ്ടത് വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദുഹാ. നിങ്ങളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൽ നന്നായി നിങ്ങൾ അങ്ങോട്ട് പറയണം. നിങ്ങളോട് ഒരാൾ പറഞ്ഞ അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ നിങ്ങൾ അതോടുകൂടെ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂടുതൽ അയാൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രതികരിക്കാം, പ്രതിവചിക്കാം. അതൊരു മര്യാദയാണെന്ന് ഖുർആൻ. അതൊരു വലിയ മര്യാദയാണ്. നമ്മൾ ആദ്യം അത് ശീലിക്കാൻ. ഇനി നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലാണെങ്കിലോ, ഇനി ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുകയാണെങ്കിലും യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു. നിങ്ങൾക്ക് ബന്ധമില്ലാത്ത മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലുന്നതിൽ സന്തോഷം അവർക്ക് ഉണ്ടെങ്കിൽ മാത്രം പോവുക. അവർ അനുവാദം തന്നാൽ പോലും വരുന്നതിൽ സന്തോഷമില്ലാതെ അനുവാദം തന്ന പോവണ്ട, അങ്ങോട്ട് ആ വീട്ടിലേക്ക് പോവണ്ട. നിങ്ങൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറഞ്ഞുകൊണ്ട് അവരെ നിങ്ങൾ സംബോധനം ചെയ്യണമെന്ന് ഖുർആൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഇക്കേണ്ടവിടെ അങ്ങനെയല്ല, ഇത്താണ്ടവിടെ അങ്ങനെയല്ല.
അങ്ങോട്ട് ചെല്ലുമ്പോൾ സലാം പറയാൻ പറ്റിയ കോലത്തിലായിരിക്കണം. ചില ആൾക്കാരുണ്ടാവും വീടിയും വലിച്ച് മുണ്ടും മടുക്കൂത്തി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പരാതിയും പറയും, മുസ്ലിയാർ എന്നോട് സലാം പറയാറില്ല, പഴയ മാതിരിയല്ല. നിന്റെ മുണ്ടിന്റെ കുത്തങ്ങ് അഴിച്ചിട്, മുട്ടിന്റെ താഴെ നിൽക്കട്ടെ. മുണ്ട് മടിക്കുത്തി നിൽക്കുന്നവൻ ഫാസിഖിനോട് സലാം പറയേണ്ടതില്ല. ഭക്ഷണം വായിലുള്ളപ്പോൾ സലാം പറയേണ്ടതും മടക്കേണ്ടതുമില്ലായിരിക്കാം. പക്ഷേ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ഒഴിവാക്കേണ്ടതില്ല. ഒളു ചെയ്യുമ്പോൾ പറയാം, മടക്കാം, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ ചർച്ച ചെയ്തു പോയതാണ്. ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സലാം പറഞ്ഞാൽ സലാം മടക്കാം എന്നല്ല, ഒളു എടുക്കുമ്പോൾ അങ്ങോട്ട് പറയാമെന്നും കൂടി പറയുന്ന ഫുഖഹ ഉണ്ട്. അപ്പൊ ഏതായാലും ഈ വിഷയം വലിയ ബൃഹത്തായ ചർച്ചയാണ്. ഇനി നോക്കിക്കോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയായ അനസ് തങ്ങളോട് പറയാണ്. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. ഈ ശീലം കുടുംബത്തിലുള്ളവർ കൊണ്ട് നടന്നാൽ കുടുംബത്തിൽ ബറക്കത്ത് ഇങ്ങനെ പെയ്തിറങ്ങും. അനസ് തങ്ങളോട് റസൂലുള്ളാഹി പറയാണ്, അനസേ പൊന്നുമോനെ, നീ നിന്റെ കുടുംബത്തിലെത്തിയാൽ കുടുംബക്കാരോട് അങ്ങോട്ട് സലാം പറഞ്ഞോ, നാണിക്കണ്ട, സലാം പറഞ്ഞു. അത് നിനക്കും നിന്റെ കുടുംബത്തിനും ബറക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അനസ് തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ബുഖാരി മുസ്ലിമിലുണ്ട് ഹദീസ്, ഹബീബായ റസൂലുള്ളാഹി മറ അലാ സുബിയാനിൻ ഫസല്ലമ അലൈഹിം. കുട്ടികളുടെ ഇടയിലൂടെ അനസ് തങ്ങൾ നടന്നു പോയപ്പോൾ കുട്ടികളാണെന്ന് വെച്ച് അവഗണിച്ചില്ല. കുട്ടികളോട് അനസ് തങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞു. അപ്പൊ ആരോ ചോദിച്ചു, എന്താ ഇപ്പൊ കുട്ടികളോടൊക്കെ സലാം പറയുന്നത്? ഖാല, അനസ് തങ്ങളുടെ മറുപടി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫഅലുഹു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ഇതെങ്ങനെ ചെയ്യുമായിരുന്നു? കുട്ടികളെ കണ്ടാലും അങ്ങോട്ട് സലാം പറയും. അപ്പൊ ഇത് പ്രായപരിധിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാവുന്നതാണ്. ഇനി നോക്കിക്കോ, ബുഖാരി മുസ്ലിമിന്റെ മറ്റൊരു ഹദീസ്, യുസല്ലിമു റാകിബു അലൽ മാശി. വാഹനത്തിൽ പോകുന്നവൻ അവിടെ നിൽക്കുന്നവനോട് അല്ലെങ്കിൽ നടന്നു പോകുന്നവനോട് അങ്ങോട്ട് പറയണം. വാഹനത്തിൽ പോകുന്നവനാണ് അങ്ങോട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ വൽ മാശി അലൽ ഖാഇദി, ഇരിക്കുന്നവനോട് നടന്നു പോകുന്നവൻ അങ്ങോട്ട് പറയണം. പിന്നെയോ വൽ ഖലീലു അലൽ കസീർ, കുറഞ്ഞ സംഘം 2 പേര് ഇവിടുന്ന് വരുന്നു, 5 പേര് അവിടുന്ന് വരുന്നു, എന്നാൽ ഈ 2 പേര് 5 പേരോട് അങ്ങോട്ട് പറയണം സലാം. പിന്നെയോ വസ്സഗീറു അലൽ കബീർ, ഒരേ വഴിയിൽ ഒരേ സന്ദർഭത്തിൽ 2 ആളുകൾ ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ പ്രായം കൂടിയ ആൾക്ക് അങ്ങോട്ട് പറയണം. ചെറിയവൻ വലിയവനോട്, അറിവ് കുറഞ്ഞവൻ അറിവ് കൂടിയവനോട് അങ്ങോട്ട് പറയണം. അങ്ങനെയാണ്. ചെറുപ്പ വലിപ്പം അവിടെ നോക്കും. അത് പ്രായത്തിൽ മാത്രമല്ല, അറിവിലും നോക്കും. ഇങ്ങനെ സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഇദാ ലഖിയ അഹദുകും അഖാഹു ഫസല്ലിം അലൈഹി. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കണ്ടാൽ അങ്ങോട്ട് സലാം പറയണം, പറഞ്ഞു തുടങ്ങണം. ഫൈൻ ഹാലത്ത് ബൈനഹുമാ, സലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു മതിൽ അതിന്റെ ഇടയിൽ കൂടെ വന്നു. മതിൽക്കെട്ടിന്റെ അപ്പുറത്തോടെ ഇവനും വന്നു, ഇപ്പുറത്തോടെ ഇവനും വന്നു. 2 ആളും സലാം പറഞ്ഞ് കണ്ടുമുട്ടിയതാണ്. മതിലിന്റെ അപ്പുറം ഒന്ന് കണ്ടു, പിന്നെയും സലാം പറയാം. പള്ളിയുടെ ഹൗദിന്റെ അവിടെ നിന്ന് ഒതു കൊടുക്കാൻ നേരത്ത് സലാം പറഞ്ഞ് കയറി വന്നു. ഈ വാതക്കക്കട അവനും കയറി, ആ വാതക്കക്കട ഇവനും കയറി. 2 ആളും പിന്നെയും കണ്ടുമുട്ടി അവിടെ വെച്ച് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയാം. നിങ്ങൾക്ക് എന്താ പറയാ, ഭ്രാന്താണ്, ഇപ്പൊ സലാം പറഞ്ഞല്ലേ ഉള്ളൂ, ആളെ കളിയാക്ക? അങ്ങനെയല്ല. ഒരു മറ അതിന്റെ ഇടയിൽ വന്ന സലാം പറയാന്ന അത്രയും ഇത് പ്രചരിപ്പിക്കാം, വർദ്ധിപ്പിക്കാം. അങ്ങനെയാണ്. ഈ രീതിയിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി ഒരു മരത്തിന്റെ അപ്പുറത്ത് വെച്ചാണ് 2 ആളും കണ്ടുമുട്ടിയ സലാം പറഞ്ഞാൽ, മരം അതിന്റെ ഇടയിൽ മറ വന്ന് മരത്തിന്റെ ഇപ്പുറത്ത് വരുമ്പോ പിന്നെയും കണ്ട ഒന്നും കൂടി പറയാം. അങ്ങനെയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, തമാമു തഹിയ്യാത്തിക്കും അൽ മുസാഫഹത്തു ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിന്റെ പൂർത്തീകരണം മുസാഫഹത്ത് കൂടിയും കൂടുമ്പോഴാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ പിശുക്ക് കാണിക്കരുത്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഹബീബിന്റെ സദസ്സിൽ ഒരു സഹാബി വന്നുകൊണ്ട് ആദ്യം പറഞ്ഞു അസ്സലാമു അലൈക്കും. എല്ലാവരും സലാം അടയ്ക്കും, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി പറഞ്ഞു 10. പിന്നെ ഒരു സഹാബി വന്നു, അദ്ദേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു സലാം അടക്കിയ ശേഷം 20. മൂന്നാമതൊരു സഹാബി വന്നപ്പോൾ അദ്ദേഹം സലാം പറഞ്ഞത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും അദ്ദേഹത്തിന് സലാം അടക്കി. അദ്ദേഹം സദസ്സിലിരുന്നപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ഹസന, 30 കൂലിയാണ് ഇദ്ദേഹം കൊണ്ടുപോയതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തുർമുദി, അബൂദാവൂദ് ഒക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സലാം പറയുമ്പോ
നിങ്ങൾ നന്നായിട്ട് മടക്കണം. തമാമു തഹിയ്യാത്തിക്കും ബൈനക്കും അൽ മുസാഫഹത്തു. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഇങ്ങനെ കൈ കോർക്കൽ സലാം പറയുന്നതിന്റെ പൂർത്തീകരണമാ. അങ്ങനെ രണ്ട് സഹോദരന്മാര് കൈ കോർക്കുമ്പോൾ മാമിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബ്ല അൻ യഫ്തരിഖാ. അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. രണ്ട് മുസ്ലിം സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ കയ്യുകോർത്തു. എന്നാൽ അവർ പിരിയുന്നതിന് മുന്നേ അവരുടെ രണ്ട് കരങ്ങളുടെ ഇടയിലൂടെ അവരുടെ ചെറുപാപങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യമനികളുടെ ഒരു പാരമ്പര്യം. ഒരുപാട് നല്ല കാര്യങ്ങൾ യമനികളിൽ നിന്നും ഇസ്ലാമിക സംസ്കാരത്തിൽ ചേക്കേറിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണിത്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു സ്വഹാബിയായ അനസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ബുഖാരിയിലുണ്ട് ഹദീസ്, അക്കാനത്തുൽ മുസാഫഹത്തു ഫി അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ എല്ലാവരും മുസാഫഹത്ത് ചെയ്യുമായിരുന്നു? ഖാല നഅം, എല്ലാ സ്വഹാബികളും സലാം പറയുന്ന കൂട്ടത്തിൽ തന്നെ കയ്യും കൂടി കൊടുക്കുമായിരുന്നു എന്ന്. അങ്ങനെയാണ് ഹബീബായ നബി തങ്ങൾ ലമ്മാ ജാഅഹുൽ യമനി, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളുടെ ഇടയിലേക്ക് യമനികൾ വന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദ് ജാഅകും അഹ്ലുൽ യമനി വഹും അവ്വലു മൻ ജാഅ ബിൽ മുസാഫഹ. ആദ്യം മുസാഫഹത്ത് സംസ്കാരം കൊണ്ടുവന്നത് യമനികളാണെന്ന് ആദരവോടുകൂടെ അവർ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഇഷ്ടത്തോടു കൂടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും സലാം പറയുന്നതിന്റെ ഈ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളൊന്ന് ബോധവാന്മാരാവലും നല്ലതാണ്. മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മദീനത്തെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ സലാം പറഞ്ഞു വരുന്ന മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഇരുന്നോടത്തുനിന്ന് എഴുന്നേറ്റ് വസ്ത്രവും വലിച്ചഴിച്ച് ഓടിച്ചെന്ന് സലാം പറഞ്ഞപ്പോൾ കയ്യും കൊടുത്തു കെട്ടിപ്പിടിച്ചു എന്ന് ഇമാം തുർമുദിയുടെ ജാമിഉൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി കാണുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമയം ഇങ്ങനെ ദീർഘമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സലാം പറയുന്ന വിഷയത്തിൽ കുറച്ചുകൂടി ഉത്സാഹത്തോടുകൂടി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകുക അല്ലാ, ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ പഠനവേദിയിൽ ബറക്കത്ത് നൽകുക അല്ലാ, ഇതിലേക്ക് സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഈ ഒരു ആശയത്തെ പങ്കുവച്ച സഹോദരന്മാർക്ക് നീ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ഈ പരിപാടി ഓൺലൈനിലും മറ്റുമായി വീക്ഷിക്കുന്നവർക്ക് റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അന്ത്യം നന്നായി മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഭാഗ്യം നൽകണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.